നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. MP പരമേശ്വരൻ അന്തരിച്ചു. ഓരോ മണിക്കൂറിലും റോഡിൽ പൊലിയുന്നത് 20 ജീവനുകൾ. മരിക്കുന്നവരിൽ 66% യുവാക്കൾ. കണ്ണൂരിലെ ടൗണുകൾ ഇനി ബീക്കൺ ടൗണുകൾ ആകും. മയക്കുമരുന്ന് സംഘത്തിന്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറിയതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. MP ഗോവിന്ദൻ. സതീശനെയും മോദിയെയും പുകഴ്ത്താതെ ഉള്ളടക്കം വേണ്ട മാധ്യമ പോസ്റ്റുകൾക്ക് സെൻസർഷിപ്പ്. ലോക്സഭ കടന്ന് കേരളം. ബിൽ പാസായി. മന്ത്രി N ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ്. SIR പ്രകാശ് രാജിനെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കി. കാലവർഷം ഒരാഴ്ച കൊണ്ട് കിട്ടിയത് 111% അധികം മഴ. പത്തനംതിട്ടയിൽ റെക്കോർഡ്. വിപണിയിൽ സർക്കാർ ഇടപെടലില്ല. വെളിച്ചെണ്ണ വില കുതിക്കുന്നു. 300 കടന്നു. വിശദമായ വാർത്തകളിലേക്ക് പോകാം. ഡോക്ടർ MP പരമേശ്വരൻ ഓർമ്മയായി. മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ആണവ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ MP പരമേശ്വരൻ 92 അന്തരിച്ചു. തൃശ്ശൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. കിരാലൂർ ഗ്രാമത്തിൽ 1935 ജനുവരി 18 ജനനം. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി. റഷ്യയിൽ മോസ്കോ പവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ന്യൂക്ലിയർ എഞ്ചിനീയറിംഗിൽ PhD നേടി. 1957 മുതൽ 1975 വരെ ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിൽ ശാസ്ത്രജ്ഞനായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായുള്ള ബന്ധത്തെ തുടർന്ന് ജോലി രാജിവെച്ചു. ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെയും ശാസ്ത്ര പ്രചാരകരുടെ ദേശീയ സംഘടനയായ ഓൾ ഇന്ത്യ പീപ്പിൾസ് സയൻസ് നെറ്റ്വർക്കിൻ്റെയും സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. ദേശീയ തലത്തിൽ സാക്ഷരതാ പ്രസ്ഥാനം വളർത്തുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. AKGയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഷാജി N കരുണം സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററിയിൽ EMSൻ്റെ കഥാപാത്രമായി അഭിനയിച്ചു. ഡോക്ടർ MP പരമേശ്വരൻ ആഗസ്റ്റ് 11 ഉച്ചയ്ക്ക് 12:35 വിടവാങ്ങിയത്. നാളെ 12 മണിവരെ തൃശ്ശൂരിലുള്ള വീട്ടിൽ പൊതുദർശനത്തിന് വെക്കും. 1:30 പുറമേക്കാവ് ശാന്തിഘട്ടിൽ സംസ്കരിക്കും. ശാസ്ത്രത്തെ ജനങ്ങളുടേതാക്കിയ അപൂർവ പ്രതിഭയായിരുന്നു MP പരമേശ്വരൻ. മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ആണവ ശാസ്ത്രജ്ഞനും ജനകീയ ശാസ്ത്ര പ്രവർത്തകനുമായ ഡോക്ടർ MP പരമേശ്വരൻ തൻ്റെ 92 വയസ്സിലാണ് അന്തരിച്ചത്. ഒരു ആണവ ശാസ്ത്രജ്ഞന്റെ ജീവിതം ലബോറട്ടറിയുടെ ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങേണ്ടതല്ലെന്ന് സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച വ്യക്തിയായിരുന്നു MP പരമേശ്വരൻ. ശാസ്ത്രത്തെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് തൻ്റെ ദൗത്യമായി ഏറ്റെടുത്ത അദ്ദേഹം കേരളത്തിൻ്റെ ശാസ്ത്രബോധത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ബാബ അറ്റോമിക് റിസർച്ച് സെൻ്ററിലെ ശാസ്ത്രജ്ഞനായിരുന്ന അദ്ദേഹം പിന്നീട് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വലിയൊരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെ മുന്നണിയിലെത്തി. ശാസ്ത്രം വിദഗ്ധരുടെ മാത്രം സ്വത്തല്ലെന്ന്, സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള സാമൂഹിക ശക്തിയാണെന്നും അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ശാസ്ത്രം, സാങ്കേതിക വിദ്യ, പരിസ്ഥിതി, ഗ്രാമവികസനം, വികേന്ദ്രീകരണം, സാക്ഷരത, ജനാധിപത്യം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയങ്ങളാണെന്ന് അദ്ദേഹം കണ്ടു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്ത ലബോറട്ടറിയിൽ നിന്നും ഗ്രാമങ്ങളിലേക്കും ക്ലാസ് മുറികളിൽ നിന്നും സമൂഹത്തിലേക്കും പടർന്നു. മാർക്സിസ്റ്റ് സൈദ്ധാന്തികൻ എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ അന്വേഷണങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ആശയങ്ങളെ അന്ധമായി പിന്തുടരുന്നതിന് പകരം മാറുന്ന സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മുൻനിർത്തി അവയെ നിരന്തരം പുനഃപരിശോധിക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ MP പരമേശ്വരനെ ഏറ്റവും സവിശേഷനാക്കിയത് അറിവിനെ ലളിതമായ ഭാഷയിൽ സാധാരണ മനുഷ്യരിലെത്തിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവാണ്. ശാസ്ത്രത്തെ ഭയപ്പെടേണ്ട ഒന്നല്ലെന്നും ചോദ്യം ചെയ്യാനും അന്വേഷിക്കാനും മനസ്സിലാക്കാനുമുള്ള മനുഷ്യൻ്റെ സ്വാഭാവിക അവകാശമാണെന്നും അദ്ദേഹം ഒരു തലമുറയെ പഠിപ്പിച്ചു. MP പരമേശ്വരൻ നമ്മെ വിട്ടുപോകുമ്പോൾ അവശേഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും ആശയങ്ങളും മാത്രമല്ല, ശാസ്ത്രബോധമുള്ള, യുക്തിചിന്തയുള്ള, കൂടുതൽ ജനാധിപത്യപരമായ ഒരു സമൂഹത്തെക്കുറിച്ചുള്ള വലിയൊരു സ്വപ്നം കൂടിയാണ്. ആ സ്വപ്നം മുന്നോട്ട് കൊണ്ടുപോകുക എന്നതാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും നല്ല സ്മരണാഞ്ജലി. പ്രിയ MP പരമേശ്വരനെ ആദരാഞ്ജലികൾ. മയക്കുമരുന്ന് സംഘത്തിന്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറിയതിൽ മുഖ്യമന്ത്രി മറുപടി പറയണം. MV ഗോവിന്ദൻ. തിരുവനന്തപുരം. മയക്കുമരുന്ന് കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ പിടിയിലായി എന്നത് ഞെട്ടിക്കുന്ന സംഭവമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മയക്കുമരുന്ന് സംഘത്തിന്റെ കേന്ദ്രമായി സ്വന്തം ഓഫീസ് മാറുന്നതിനെക്കുറിച്ച് മുഖ്യമന്ത്രി VD സതീശൻ മറുപടി പറയണം. ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന പോസ്റ്റുകൾ തന്നെ ഒഴിവാക്കുന്നതിന് മുഖ്യമന്ത്രി ഓഫീസ് തന്നെ ഇടപെടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാതയിലാണ് മുഖ്യമന്ത്രി സതീശനുമെന്ന് തെളിയിക്കുകയാണെന്ന് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കൂടിയായ മുഹമ്മദ് ഹുസൈനും PA അബ്ദുൾ സലാം, PA അബ്ബാസ് എന്നിവരാണ് ലഹരിയുമായി പിടിയിലായത്. ഇവരെല്ലാവരും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളും മുഖ്യമന്ത്രി VD സതീശന്റെ അടുപ്പക്കാരുമാണ്.
വാഹന നമ്പർ ഉൾപ്പെടെ പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധന ആയതുകൊണ്ടാണ് ഇവർ പിടിയിലായത്. ആളെ തിരിച്ചറിയാതെ നടത്തിയ പരിശോധന അല്ലെങ്കിൽ ഇക്കുറിയും ഇവർ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. അതാണ് രഹസ്യ വിവരത്തെ തുടർന്നുള്ള പരിശോധനയിൽ പൊളിഞ്ഞത്. മുഹമ്മദ് ഹുസൈൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ തന്നെ അദ്ദേഹം വി ഡി സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സതീശൻ്റെ പേരിലുള്ള ഗ്രൂപ്പുകളുടെ അഡ്മിൻ ആയിരുന്നു ഇദ്ദേഹം. സതീശൻ്റെ വീഡിയോകളും പോസ്റ്റുകളും ഷെയർ ചെയ്യുന്നതും ഇദ്ദേഹമായിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ സ്ഥിരം സന്ദർശകരാണ് ഇവരെല്ലാം എന്ന് തെളിയിക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഹുസൈൻ്റെയും ഈ കേസിലെ മറ്റൊരു പ്രതി സലാമിൻ്റെയും വീട്ടിൽ സതീശൻ സന്ദർശനം നടത്തിയിരുന്നു. ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ലഹരി വിരുദ്ധ പ്രചരണത്തിലും പങ്കെടുത്തിരുന്നു. മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം അബ്ദുൾ സലാം നിയമസഭയിലും എത്തിയിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഓപ്പറേഷൻ തൂഫാൻ നടത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കകത്ത് തന്നെയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. ഓരോ മണിക്കൂറിലും റോഡിൽ പൊലിയുന്നത് 20 ജീവനുകൾ. മരിക്കുന്നവരിൽ 66% യുവാക്കളെന്ന് കണക്ക്. രാജ്യത്ത് ഓരോ മണിക്കൂറിലും 20 പേർ വീതം റോഡപകടങ്ങളിൽ മരണപ്പെടുന്നുവെന്ന് കണക്കുകൾ. ഇന്ത്യയിൽ പ്രതിവർഷം 5 ലക്ഷത്തോളം റോഡപകടങ്ങൾ നടക്കുന്നു. ഇതിൽ 1.8 ലക്ഷത്തോളം പേർ മരിക്കുന്നു. അതായത് ഓരോ മണിക്കൂറിലും 20 പേർ വീതം റോഡുകളിൽ കൊല്ലപ്പെടുന്നു. കേന്ദ്ര റോഡ് ഗതാഗത ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയാണ് റോഡപകട മരണങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ പുറത്തുവിട്ടത്. രാജ്യത്ത് യുദ്ധങ്ങളോ രോഗങ്ങളോ മൂലമുണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ മരണങ്ങളാണ് റോഡപകടങ്ങളിൽ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. റോഡപകടങ്ങളിൽ മരിക്കുന്നവരിൽ 66% യുവാക്കളാണെന്നും മൊത്തം റോഡപകട മരണങ്ങളിൽ 45% ഇരുചക്ര വാഹന യാത്രക്കാരാണെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ വർഷം ഹെൽമറ്റ് ധരിക്കാത്തതിനെ തുടർന്ന് മാത്രം 54,132 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. റോഡപകടങ്ങൾ കാരണം രാജ്യത്തിൻ്റെ GDPയുടെ ഏകദേശം 3% സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ റോഡപകടങ്ങൾ നടക്കുന്ന രാജ്യവും ഇന്ത്യയാണെന്നും മന്ത്രി പറഞ്ഞു. ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തതാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. ഇത് മാറ്റിയെടുക്കാൻ 10-12 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്ക് റോഡ് സുരക്ഷാ ബോധവൽക്കരണം നൽകാൻ മന്ത്രാലയം തുടക്കമിട്ടിട്ടുണ്ട്. റോഡ് സുരക്ഷ എന്നത് സർക്കാരിൻ്റെ മാത്രം ചുമതലയല്ല, മറിച്ച് സമൂഹത്തിൻ്റെയും ഓരോ റോഡ് ഉപയോക്താവിൻ്റെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്നും മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കി. മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണം രണ്ടാമത്തെ പൈലിംഗ് തുടങ്ങി. മേലെ ചൊവ്വ മേൽപ്പാല നിർമ്മാണത്തിൻ്റെ പൈലിംഗ് ചൊവ്വയിൽ ആരംഭിച്ചതോടെ ഗതാഗത കുരുക്ക് രൂക്ഷമായി. ചൊവ്വ ശിവക്ഷേത്രത്തിന് മുന്നിലെ പൈലിംഗ് പൂർത്തിയായതിനു ശേഷമാണ് കണ്ണൂർ ഭാഗത്ത് പൈലിങ്ങിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇതേ തുടർന്ന് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ മുതൽ താണ വരെ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരമാണ് കുരുക്ക് കൂടുതൽ അനുഭവിക്കുന്നത്. ചൊവ്വ ക്ഷേത്രത്തിന് മുൻഭാഗത്തെ പൈലിങ്ങിനായി ഗതാഗത ക്രമീകരണം നടത്തിയതിനെ തുടർന്ന് ദിവസങ്ങളോളം വലിയ തോതിൽ ഗതാഗത സ്തംഭനമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മട്ടന്നൂർ ഭാഗത്തേക്കുള്ള റോഡ് ഗതാഗത സംവിധാനം വന്നതോടുകൂടി അല്പം ഗതാഗത കുരുക്കിന് സമാധാനം ഉണ്ടായിട്ടുണ്ട്. 12 പൈലുകളുടെ നിർമ്മാണമാണ് പൂർത്തിയായത്. കണ്ണൂർ ഭാഗത്ത് 12 പൈലുകൾ നിർമ്മിക്കാനുണ്ട്. റെയിൽവേ ഗേറ്റ് അടച്ചത് പ്രതിസന്ധി ഉണ്ടാക്കിയാണ്. കിഴക്കിലെ പീടിക സിറ്റി റോഡിലെ റെയിൽവേ ഗേറ്റ് അറ്റകുറ്റപ്പണിക്കായി അടിച്ചത്. വാഹനങ്ങൾ മേലച്ചൊവ്വ വഴിയാണ് കടന്നു പോകുന്നത്. ഇത് മേലച്ചൊവ്വ മുതൽ താഴെച്ചൊവ്വ വരെയുള്ള ഗതാഗത കുരുക്കും രൂക്ഷമാക്കിയിട്ടുണ്ട്. 15 രാത്രി 11 വരെയാണ് ഗേറ്റ് അടച്ചിടുന്നത്. ചന്ദ്രൻ കിഴുത്തള്ളി പുരസ്കാരം ബീന ഗംഗാധരന് നൽകി. പുരോഗമന കലാസാഹിത്യ സംഘം എടക്കാട് മേഖലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ 2ാമത് ചന്ദ്രൻ കിഴുത്തള്ളി പുരസ്കാരം പെരളശ്ശേരി കീഴറയിലെ ബീന ഗംഗാധരന് നൽകി. കലാ സാംസ്കാരിക രംഗത്ത് മികവ് പുലർത്തുന്നവർക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരം ഇക്കുറി സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്കാണ് നൽകിയത്. നിരവധി കൊത്തുകളെ സംഗീത ലോകത്തേക്ക് വളർത്തിയെടുത്ത ബീന ഗംഗാധരൻ 2023 പെരളശ്ശേരി AKG സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് സംഗീത അധ്യാപികയായി വിരമിച്ച ശേഷമാണ് സംഗീത ലോകത്ത് നിറഞ്ഞു നിൽക്കുന്നത്. കീഴറ സാംസ്കാരിക നിലയത്തിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത ചിത്രകാരനും പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ വൈസ് പ്രസിഡന്റുമായ വർഗീസ് കളത്തിൽ അവാർഡ് നൽകി.
വിവർത്തകൻ ഷാപ്പി ചെറുമാവിനെയും വിവിധ മേഖലകളിൽ വിജയം വരിച്ച CC ആര്യ, S ആദിന, CK ശ്രുതി എന്നിവരെയും ആദരിച്ചു. RK വിജേഷ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം RK നിഷ, CPM ഏരിയ സെക്രട്ടറി MK മുരളി, ലോക്കൽ സെക്രട്ടറി V രാജൻ, മേഖല പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ സെക്രട്ടറി KV അജിത് കുമാർ, VK ദിവാകരൻ, NK സന്ദീപ്, CA പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ബീന ഗംഗാധരൻ്റെ ശിഷ്യരായ ഗായകരുടെ ഗാനാഞ്ജലിയും ഉണ്ടായി. കാലവർഷം ഒരാഴ്ച കൊണ്ട് കിട്ടിയത് 111% അധികം മഴ. പത്തനംതിട്ടയിൽ റെക്കോർഡ്. കേരളത്തെ ഉറപ്പിച്ച കാലവർഷത്തിൽ ഒരാഴ്ച കിട്ടിയത് 111% അധികം മഴ. ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 5 വരെ സാധാരണ കിട്ടേണ്ടത് 127.5 മില്ലിമീറ്റർ മഴയായിരുന്നു. എന്നാൽ പെയ്തത് 268.7 മില്ലിമീറ്റർ. റാന്നി, ആറന്മുള ദേശങ്ങളെ മുഖ്യ മഴയിൽ പത്തനംതിട്ട ജില്ലയിലാണ് റെക്കോർഡ്. ഇവിടെ 319% അധികം മഴ കിട്ടി. പത്തനംതിട്ടയിൽ കിട്ടേണ്ടിയിരുന്നത് 84 മില്ലിമീറ്റർ ആയിരുന്നു. പെയ്തത് 352.3 മില്ലിമീറ്റർ. അധികം ലഭിച്ച മഴയുടെ കാര്യത്തിൽ തിരുവനന്തപുരമാണ് രണ്ടാമത്. ഇവിടെ 258% അധികമുണ്ട്. കിട്ടേണ്ടിയിരുന്നത് 339 മില്ലിമീറ്റർ എങ്കിൽ പെയ്തത് 140 മില്ലിമീറ്റർ. വ്യതിയാനത്തിന്റെ ശതമാനം കൂടുതലാണെങ്കിലും അവിടെ പെയ്ത മഴയുടെ അളവ് കുറവായത് രക്ഷയായി. കോട്ടയം ജില്ലയിൽ 177% അധികം മഴ കിട്ടി. 107 മില്ലിമീറ്റർ കിട്ടേണ്ടിരുന്നിടത്ത് പെയ്തത് 296 മില്ലിമീറ്റർ. ഇടുക്കിയിൽ 71% കിട്ടിയത്. ഓഗസ്റ്റ് 1 മുതൽ 8 വരെയുള്ള കണക്കിൽ കേരളത്തിന് 104% അധികം മഴ കിട്ടി. 141 മില്ലിമീറ്റർ കിട്ടേണ്ടിയിരുന്നെങ്കിൽ പെയ്തത് അതുക്കും മേറെ 289.2 മില്ലിമീറ്റർ. ഈ സമയത്ത് പത്തനംതിട്ടയിൽ 287% അധികം മഴ ലഭിച്ചു. കോട്ടയത്ത് 192% അധികം കിട്ടി. എല്ലാ ജില്ലകളിലും മഴയിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. സതീശനെയും മോദിയെയും പുകഴ്ത്താത്ത ഉള്ളടക്കം വേണ്ട. മാധ്യമ പോസ്റ്റുകൾക്ക് സെൻസർഷിപ്പ്. തിരുവനന്തപുരം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചുള്ള വാർത്തകളും ഉള്ളടക്കങ്ങളും സോഷ്യൽ മീഡിയയിൽ നിന്ന് നീക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മുഖ്യമന്ത്രി VD സതീശനെയും കുറിച്ചുള്ള വാർത്തകളാണ് സമൂഹ മാധ്യമത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത്. ദേശാഭിമാനി, റിപ്പോർട്ടർ, കൈരളി ന്യൂസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്കാണ് ഇന്ത്യയിൽ നിയന്ത്രണം നേരിടുന്നത്. കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നിരവധി പോസ്റ്റുകളാണ് ഇത്തരത്തിൽ റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന ദേശാഭിമാനിയുടെ വിവിധ വാർത്തകളും പോസ്റ്റുകളും ഇന്ത്യയിലെ ഫേസ്ബുക്ക് ഉപയോക്താക്കൾക്ക് കാണാനാകാത്ത വിധം നിയന്ത്രിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ മുഖ്യമന്ത്രി VD സതീശനുമായി ബന്ധപ്പെട്ട വാർത്തകൾ പങ്കുവച്ച പോസ്റ്റുകൾക്കും സമാന നിയന്ത്രണം ഉണ്ടായി. ദേശാഭിമാനി ഔദ്യോഗികമായി പങ്കുവച്ച പ്രാധാന്യമുള്ള പല വാർത്താ കാർഡുകൾക്കാണ് മെറ്റ ഇന്ത്യയിൽ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. RSS പിന്തുണയുള്ള UDF സർക്കാരിന്റെ നടപടികളെ തുറന്നുകാട്ടുന്ന വാർത്താ കാർഡുകൾ, മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടികളുമായി ബന്ധപ്പെട്ട വസ്തുതാന്വേഷണ വാർത്തകൾ, കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരെയുള്ള വിമർശനങ്ങൾ തുടങ്ങിയവയാണ് റിമൂവ് ചെയ്തിട്ടുള്ളത്. ഇതോടെ ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് ഈ വാർത്തകളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നേരിട്ട് കാണാൻ കഴിയാത്ത സാഹചര്യമാണ്. ഇതേ രീതിയിൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ലഹരി കേസിൽ അറസ്റ്റിലായ സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടറിന്റെ വാർത്തയ്ക്കും ഫേസ്ബുക്കിൽ നിയന്ത്രണം നേരിട്ടതായി റിപ്പോർട്ട് ചെയ്തിരുന്നു. RSS വക്താക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാരിന്റെ നിലപാടുകൾ ചോദ്യം ചെയ്തുകൊണ്ടുള്ള കൈരളി TVയുടെ വാർത്താ കാർഡുകളും ബ്ലോക്ക് ചെയ്യപ്പെട്ടു. നരേന്ദ്രമോദി സർക്കാരും VD സതീശൻ സർക്കാരും ഒരുപോലെ മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ കടന്നുകയറ്റം നടത്തുന്നതിന്റെ കൃത്യമായ സൂചനകളാണ് പുറത്തുവരുന്നത്. IT ആക്ടിലെ നിയമങ്ങൾ ദുരുപയോഗം ചെയ്ത് മാധ്യമങ്ങൾ നൽകുന്ന നിർണായക വാർത്തകളും ചിത്രങ്ങളും ഇന്ത്യയിലെ ഉപയോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത വിധം ഫേസ്ബുക്ക് മെറ്റ വഴി തടയുകയാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ സംബന്ധിച്ചുള്ള നിരവധി മാധ്യമ ഉള്ളടക്കങ്ങൾക്ക് സമാനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ സംഭവത്തിൽ വിമർശനങ്ങൾ ശക്തമാകുകയാണ്. സർക്കാരുകൾക്ക് അനുകൂലമല്ലാത്ത വാർത്തകൾ മാത്രം തിരഞ്ഞെടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്ന സാഹചര്യമാണെങ്കിൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും നേരെയുള്ള ഗുരുതരമായ ഇടപെടലാണെന്നാണ് വിമർശനം. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.
ലോക്സഭ കടന്ന് കേരളം ബിൽ പാസായി. ന്യൂഡൽഹി: സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് പുനർനാമകരണം ചെയ്യാനുള്ള ബിൽ ലോക്സഭ പാസാക്കി. കേരള ബിൽ ഇന്ന് ചർച്ചയ്ക്കെടുക്കേണ്ട എന്ന നിർദ്ദേശം കോൺഗ്രസ് എംപിമാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ നിർദ്ദേശം സ്വീകരിക്കാതെ ബിൽ പരിഗണിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്താത്തതിനാൽ ഇന്നും ലോക്സഭയിൽ പ്രതിപക്ഷം ബഹളം തുടരുകയാണ്. 2024 ജൂൺ 24 സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്നാക്കുന്നതിന് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് കേരള നിയമസഭ പ്രമേയം പാസാക്കിയിരുന്നു. ഭരണഘടനയുടെ 1-ാം പട്ടികയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്നതിനായി ആർട്ടിക്കിൾ 3 പ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രമേയം അവതരിപ്പിച്ചത്. 2023 ഈ വിഷയത്തിൽ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചിരുന്നു. ഈ പ്രമേയത്തിൽ ഭരണഘടനയുടെ 1-ാം പട്ടികയിലും 8-ാം പട്ടികയിലും സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നതിൽ നിന്ന് കേരളം എന്ന് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. 1-ാം പട്ടികയിൽ മാത്രം ഭേദഗതി വരുത്തിയാൽ മതിയാകുമെന്നും 8-ാം പട്ടികയിൽ പേര് മാറ്റം വരുത്തേണ്ടതില്ലെന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അന്ന് മറുപടിയായി അറിയിച്ചു. ഇതോടെയാണ് പുതുക്കിയ പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവ്. തിരുവനന്തപുരം: പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിന് നിയമനം. SIO മുൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KK മുഹമ്മദ് അഷ്റഫിനെയാണ് ഓഫീസ് അറ്റൻഡന്റ് പദവിയിൽ നിയമിച്ചത്. കഴിഞ്ഞ 6-നാണ് ഇത് സംബന്ധിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. നിലവിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അഷ്റഫ്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് സംസ്ഥാന സെക്രട്ടറിയുമായിരുന്നു. പദവിക്ക് അനുയോജ്യനെന്ന് തോന്നിയതുകൊണ്ടാണ് നിയമനം നൽകിയതെന്നാണ് മന്ത്രി എൻ ഷംസുദ്ദീന്റെ വിശദീകരണം. സ്റ്റാഫിൽ പ്രാതിനിധ്യമില്ലാത്തതിന്റെ പേരിൽ യൂത്ത് ലീഗ്, MSF നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവിന്റെ നിയമനം. സ്വിഗ്ഗി ഓടുന്ന MSF സംസ്ഥാന നേതാവടക്കമുള്ളവരുടെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച് മുമ്പ് പ്രവർത്തകരെ അവഗണനക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. മലപ്പുറത്ത് ചേർന്ന യൂത്ത് ലീഗ് ജില്ലാ പ്രവർത്തക സമിതി യോഗത്തിൽ ലീഗ് മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ. കണ്ണൂരിലെ ടൗണുകൾ ഇനി ബീക്കൺ ടൗണുകൾ ആകും. ശുചിത്വവും സുസ്ഥിരതയും ജനപങ്കാളിത്തവും ഉറപ്പാക്കി കണ്ണൂർ ജില്ലയിലെ പ്രധാന ടൗണുകളെ മാതൃകാ ടൗണുകളാക്കി മാറ്റുന്നതിനുള്ള പ്രൊജക്ട് ബീക്കൺ ടൗൺ പദ്ധതിക്ക് തുടക്കമാകുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ വകുപ്പുകളുടെയും ജനകീയ കൂട്ടായ്മകളുടെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ശുചിത്വം, സുസ്ഥിരത, ജനപങ്കാളിത്തം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ള പദ്ധതിയുടെ ജനകീയ സന്ദേശം എന്റെ ടൗൺ എന്റെ അഭിമാനം എന്നതാണ്. പദ്ധതിയുടെ ആദ്യഘട്ടം ആഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 2 വരെ പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ശുചിത്വ പ്രവർത്തനങ്ങൾക്കാണ് മുൻഗണന. പദ്ധതി പ്രദേശത്ത് ബേസ് ലൈൻ സർവേ നടത്തി ശുചിത്വ പ്രശ്നങ്ങളും അടിസ്ഥാന സൗകര്യ വിടവുകളും കണ്ടെത്തി അടിയന്തര കർമ്മ പദ്ധതി തയ്യാറാക്കും. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി ശുചീകരിക്കൽ, പൊതു ശൗചാലയങ്ങൾ പ്രവർത്തനക്ഷമമാക്കൽ, പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന ഇടങ്ങൾ ശുചീകരിക്കൽ, മാലിന്യ ശേഖരണം ശക്തിപ്പെടുത്തൽ, അനധികൃത പോസ്റ്റുകളും ഫ്ലെക്സ് ബോർഡുകളും നീക്കം ചെയ്യൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഈ ഘട്ടത്തിൽ പൂർത്തിയാക്കും. ആഗസ്റ്റ് 15 മുതൽ ഒക്ടോബർ 2 വരെ ജനകീയ ക്ലീനിംഗ് ഡ്രൈവുകളും ഓണം ഉൾപ്പെടെയുള്ള ഉത്സവ കാലയളവിൽ പ്രത്യേക ശുചിത്വ ഗ്രീൻ പ്രോട്ടോകോൾ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കും. ഒക്ടോബർ 3 മുതൽ മാർച്ച് 31 വരെ കൂടുതൽ സമയം, ഫണ്ട്, സാങ്കേതിക അനുമതി, വകുപ്പ് തല ഏകോപനം എന്നിവ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കും. നടപ്പാത, ഡ്രെയിനേജ്, തെരുവ് വിളക്ക്, കുടിവെള്ള സൗകര്യം, പൊതു ശൗചാലയം നവീകരണം, പാർക്കിംഗ് ക്രമീകരണം, വെണ്ടർ സോണിംഗ്, പോക്കറ്റ് പാർലക്സ്,
ലാൻഡ്സ്കേപ്പിംഗ്, CCTV, ഗ്രീൻ വിജിലൻസ് തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിൽ ഉൾപ്പെടും. 100% മാലിന്യ ശേഖരണത്തിന് മുൻഗണന. 100% വാതിൽപ്പടി മാലിന്യ ശേഖരണം, ഉറവിടതല മാലിന്യം വേർതിരിക്കൽ, ശാസ്ത്രീയ മാലിന്യ സംസ്കരണം എന്നിവ ശക്തിപ്പെടുത്തും. മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങൾ വീണ്ടും രൂപപ്പെടാതിരിക്കാനുള്ള സ്ഥിരം നിരീക്ഷണവും പ്രതിരോധ സംവിധാനവും ഏർപ്പെടുത്തും. പൊതുസ്ഥലങ്ങളിലെ തുപ്പൽ നിയന്ത്രിക്കുന്നതിനും പൊതുസ്ഥലങ്ങളിൽ മൂത്രമൊഴിക്കുന്ന പ്രവണത ഒഴിവാക്കുന്നതിനും ശുചീകരണം, ബോധവൽക്കരണം, പൊതു ശൗചാലയ സൗകര്യം, സൈനേജ് മോണിറ്ററിംഗ് എന്നിവ സംയോജിപ്പിച്ചുള്ള ഇടപെടലുകൾ നടത്തും. ജനപങ്കാളിത്തം പദ്ധതിയുടെ കരുത്ത് ഹരിതകർമ്മസേന, കുടുംബശ്രീ, വ്യാപാരി സംഘടനകൾ, റെസിഡന്റ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ, നാഷണൽ സർവീസ് സ്കീം, NCC സ്റ്റുഡൻസ്, പോലീസ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സർക്കാർ ഓഫീസുകൾ, പൊതുജനങ്ങൾ എന്നിവയെ പദ്ധതിയുടെ ഭാഗമാക്കും. എന്റെ ടൗൺ എന്റെ അഭിമാനം എന്ന സന്ദേശത്തിലൂടെ ടൗണിന്റെ ശുചിത്വവും പരിപാലനവും ജനങ്ങളുടെ കൂട്ടായ്മ ഉത്തരവാദിത്വമാക്കുകയാണ് ലക്ഷ്യം. ബീക്കൺ ടൗൺ വിലയിരുത്തുന്നതിന് മൂല്യനിർണ്ണയ സംവിധാനം ഏർപ്പെടുത്തും. ശുചിത്വവും മാലിന്യ സംസ്കരണവും, ഹരിത പെരുമാറ്റച്ചട്ടം, പൊതുസൗകര്യങ്ങൾ, പരിസ്ഥിതി പരിപാലനം, ജനപങ്കാളിത്തം, സുസ്ഥിരതയും മോണിറ്ററിംഗും എന്നിവ പ്രധാന മാനദണ്ഡങ്ങളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. SIR, പ്രകാശ് രാജിനെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. ബംഗളൂരു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ നടൻ പ്രകാശ് രാജിനെ ബംഗളൂരുവിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കി. നടൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത്. ബംഗളൂരുവിൽ ജനിച്ചു വളർന്ന തന്നെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് നല്ല തമാശയായിട്ടുണ്ടെന്ന് എക്സിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രകാശ് രാജ് പറഞ്ഞു. ജനിച്ചു വളർന്നതും വിദ്യാഭ്യാസം നേടിയതും കർണാടകത്തിലാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബംഗളൂരു മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുകയും ചെയ്തിരുന്നു. ആ തന്റെ പേര് ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിയ 65 ലക്ഷം വോട്ടർമാരിൽ ഒരാളാണ് താനെന്നും പ്രകാശ് രാജ് വീഡിയോയിൽ പറഞ്ഞു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അതിനാവശ്യമായ എല്ലാ രേഖകളും കൈവശമുണ്ടെന്നും നടൻ പറഞ്ഞു. തമാശ നല്ലതാണ്, നിങ്ങൾ അവ തുടർന്നോളൂ. എന്റെ അവകാശം ലഭിക്കാനുള്ള എല്ലാ രേഖകളും എന്റെ പക്കലുണ്ട്, പ്രകാശ് രാജ് വ്യക്തമാക്കി. രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് ചില പൗരന്മാരുടെ വോട്ടവകാശം നിഷേധിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. പക്ഷെ ജനങ്ങളുടെ ജനാധിപത്യ ശക്തിയിലൂടെ അവരെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കുന്നത് തടയാനാകില്ലെന്നും പ്രകാശ് രാജ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ. വിപണിയിൽ സർക്കാർ ഇടപെടൽ ഇല്ല. വെളിച്ചെണ്ണ വില കുതിക്കുന്നു, 300 കടന്നു. ഓണം എത്തിയതോടെ വിപണിയിൽ വിലക്കയറ്റം രൂക്ഷം. ഒരു ഇടവേളയ്ക്ക് ശേഷം വെളിച്ചെണ്ണ വിലയിൽ കുതിപ്പ്. ശനിയാഴ്ച 260, 278 രൂപ വരെയായിരുന്ന വില തിങ്കളാഴ്ച 300 കടന്നു. മൊത്തവില കിലോയ്ക്ക് 293 രൂപയാണെങ്കിലും കടകളിൽ ചില്ലറ വിൽപ്പന 10 രൂപ വരെ കൂട്ടിയാണ്. തേങ്ങ വില കൂടിയതാണ് കാരണമെന്ന് വ്യാപാരികൾ പറയുന്നു. തൊണ്ടു നീക്കിയ തേങ്ങയ്ക്ക് കിലോയ്ക്ക് 45 രൂപയിൽ നിന്ന് 75 രൂപയായി. കൊപ്രവില 160 പിന്നിട്ട് മുന്നോട്ടാണ്. മഴയാണ് കാരണം. പ്രമുഖ വെളിച്ചെണ്ണ വിതരണ കേന്ദ്രമായ തമിഴ്നാട്ടിലെ കാങ്കേയത്ത് പോയ വാരം വില കൂട്ടാൻ മില്ലുകൾ സംഘടിതമായി ശ്രമം തുടങ്ങിയിരുന്നു. ചരക്ക് പിടിച്ചു വെച്ചാണ് വില കൂട്ടാൻ ശ്രമിച്ചത്. എന്നാൽ ഏജൻസികൾ വിട്ടുനിന്നതോടെ മില്ലുകൾ വില താഴ്ത്തി താൽക്കാലികമായി പിന്മാറി. പിന്നീട് ആഴ്ചയുടെ അവസാനം വില കൂട്ടി. തേങ്ങയ്ക്കും കൊപ്രയ്ക്കും കാര്യമായ ക്ഷാമമില്ലെന്നാണ് ഒരു വിഭാഗം വ്യാപാരികൾ പറയുന്നത്. പാം ഓയിലിന് കാര്യമായി വില കൂട്ടാത്ത സാഹചര്യത്തിൽ വിലക്കയറ്റം വെളിച്ചെണ്ണ വിപണിയിൽ തിരിച്ചടി ഇടയാക്കുമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. ജൂലൈയിൽ കൊപ്ര വില കുറഞ്ഞപ്പോൾ പൊതുമേഖലാ സ്ഥാപനമായ കേരഫെഡ് വെളിച്ചെണ്ണ വില കുറച്ചിരുന്നു. ലിറ്ററിന് 332 രൂപയിൽ നിന്ന് 299 അര ലിറ്ററിന് 167 നിന്ന് 150 താഴ്ത്തി. കൊപ്രശേഖരം ഉള്ളതിനാൽ വില കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് കേരഫെഡ് അധികൃതർ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ ബ്രാൻഡുകളിൽ പലതും 300 രൂപയിൽ നിന്ന് കാര്യമായ വില കുറച്ചില്ല. പലതിനും ഇപ്പോഴും ശരാശരി 320 രൂപയാണ് വില.
2025 ജൂലൈയിൽ വെളിച്ചെണ്ണയ്ക്ക് റെക്കോർഡ് വിലയായ 500 കടന്നിരുന്നു. അന്ന് സർക്കാർ സപ്ലൈകോ വഴി വില കുറച്ച് വെളിച്ചെണ്ണ നൽകിയിരുന്നു. 2024 90 രൂപയായിരുന്ന കൊപ്ര വില 2025 280, 300 രൂപയിലേക്ക് കുതിച്ചതോടെയാണ് ഡിസംബറോടെ വില കുറഞ്ഞു തുടങ്ങി. തെക്കൻ സംസ്ഥാനങ്ങളിൽ നാളികേരം കാര്യമായി പ്രാദേശിക വിപണിയിലേക്ക് വന്നതാണ് കാരണം. പശ്ചിമേഷ്യൻ യുദ്ധം കാരണം കയറ്റുമതി കുറഞ്ഞതും തേങ്ങയ്ക്ക് വിപണിയിൽ മടുപ്പുണ്ടാക്കിയിരുന്നു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.